കുറച്ച് മാറിക്കാം. പൊളിച്ചു മാറ്റിയിട്ട് പുതിയൊരു ദേവാലയം പണിയുവാനായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ ആ ദേവാലയ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ശിലയിടുന്ന ദിവസമാണ്. അഭിവന്ദ്യകരിയിൽ പിതാവ് നമുക്ക് ഈ ശില വെഞ്ചരിച്ച് നൽകിയിട്ടുണ്ട്. 2-3 വർഷങ്ങളായി വെഞ്ചരിച്ച് നൽകിയിട്ട്, പക്ഷെ നമുക്ക് ഇന്നാണ് ഈ അടിസ്ഥാന അവസരം വന്നു ചേർന്നിരിക്കുക. ഒരു ദേവാലയം എന്ന് പറയുക അതൊരു സമൂഹത്തിന്റെ, ഇടവക സമൂഹത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇടമാണ്. ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഇടം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ദേവാലയം നിർമ്മിക്കുമ്പോൾ നമുക്കൊക്കെ വലിയ സന്തോഷമാണ്. നമ്മൾ ഈ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സ്ഥലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് നടക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ അച്ഛന്മാരുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ജോൺ തേക്കാനത്തച്ഛൻ എന്റെ വികാരിച്ചനായിരുന്നു. മലയാറ്റൂർ പള്ളിയിൽ ഞാൻ അസ്തേലിയായിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വികാരിച്ചനായിരുന്നു. അച്ഛൻ ഇപ്പോൾ LF ഹോസ്പിറ്റലില് സ്പിരിച്വൽ ഫാദർ ആയിട്ട് സേവനം ചെയ്യുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, കാരണം എപ്പോഴും ഞാൻ അച്ഛനെ കാണാറുണ്ട്, അതുപോലെ അച്ഛനോട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അത്രയും അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അച്ഛനാണ് ജോൺ തേക്കാനത്തച്ഛൻ. അതുപോലെ തന്നെ കാട്ടേത്തച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛൻ നിൽക്കുന്നത് നമ്മുടെ പല്ലത്തൂർത്ത് പള്ളിയിലൊക്കെ ഇവിടെ വികാരിയായിരുന്നു. നിങ്ങൾക്ക് പരിചയമുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിലെ ജോണച്ചന്റെ കൂടെ തന്നെ സ്പിരിച്വൽ ഫാദർ ആയിട്ട് സേവനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടോം മുള്ളത്തിവച്ചൻ നമുക്ക് സുപരിചിതനാണ്. നമ്മുടെ തൊട്ടടുത്ത പള്ളിയിലെ വികാരിച്ചനാണ്. ഞങ്ങൾ അങ്ങോട്ടും പരസ്പര സഹായികളാണ്. എന്ത് കാര്യത്തിനും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും സഹായിക്കാനും എന്ത് കാര്യങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചാലൊക്കെ കൃത്യമായിട്ടുള്ള മറുപടികൾ ലഭിക്കുവാനൊക്കെ ആയിട്ട് അച്ഛൻ എപ്പോഴും ഒരു കരുതലോട് ഒരു അനിയനെ പോലെ എന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിറിൽ പാലിക്കലച്ഛൻ, അച്ഛൻ പറവൂർ പള്ളിയിലെ കൊച്ചച്ഛനാണ്. അച്ഛനും നമ്മുടെ ഒപ്പം ആയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് അവർക്ക് ഈ കർമ്മങ്ങളിലേക്ക് സ്വാഗതം ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം പറയുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഈ കർമ്മങ്ങൾ ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് ഈ കർമ്മങ്ങളിൽ പങ്കുചേരാം. പിന്നെ നമ്മുടെ അയൽവാസികളായിട്ടുള്ള നമ്മുടെ തൊട്ടടുത്ത വീടുകളിലുള്ള അയൽവാസികള് അവരും നമ്മുടെ കൂടെ ആയിരിക്കുന്നുണ്ട്. അവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഗോപകുമാർ ഒപ്പം എത്തിയിട്ടുണ്ട്. ശാന്തി ഗോപകുമാറിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ കല്യാണ കർമ്മങ്ങളിലേക്ക് കടക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അധ്വാനം വഴി അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ ഞങ്ങൾ പങ്കാളിയാകുവാൻ മനുഷ്യരെ അധികാരപ്പെടുത്തുകയും അവരുടെ പ്രയത്നങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന കാരണവാനായ ദൈവമേ,
ഞങ്ങൾ നീണങ്ങി ആരാധിക്കുകയും തുളിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്ന പുതിയ വാഴ്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ വിജയകരമായി പുരോഗമിക്കുവാനും പൂർത്തിയാക്കുവാനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും എല്ലാവിധ അപകടങ്ങൾ കാത്ത് സംരക്ഷിക്കണമേ. രാജ്യത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും നിഷ്ഫലമാകുന്നു. പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് കൂടെ ഇല്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് നിഷ്ഫലമാകുന്നു. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാരുണ്യവാനായ ദൈവമേ, രക്ഷാകര പ്രവൃത്തിയിലൂടെ അങ്ങ് ഞങ്ങളെ അങ്ങേ മക്കളായി സ്വീകരിക്കുകയും തദാനുസാരം ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ തിരുസന്ദേശം ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലുള്ള വായന, അധ്യായം 2:4 മുതലുള്ള വാക്യങ്ങൾ. അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണ് അവൻ. നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഇതാ സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ പ്രത്യാശയോടെ കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. നാമത്തിന് അടിസ്ഥാനമിട്ടുകൊണ്ട് ഇവിടെ നിർമ്മിക്കാൻ ആരംഭിക്കുന്ന ഈ ദേവാലയം യഥാസമയം പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുന്നവരെല്ലാ ആപത്തുകളും സംരക്ഷിക്കണമെന്നും അങ്ങയുടെ ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങാകുന്ന മൂലക്കല്ലാണ് എല്ലാം പടുത്തുയർത്തുന്നതെന്ന യാഥാർത്ഥ്യം നിരന്തരം അനുസ്മരിക്കുവാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നവർക്ക് ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും അങ്ങയുടെ നാമത്തിൽ ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനും ഉണ്ടായിരിക്കുമെന്നരുളി ചെയ്ത മിശിഹായി, ദൈവജനത്തിന് ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ പണിയാൻ പോകുന്ന ദേവാലയത്തെ ഈ പ്രത്യേകമായ സ്ഥലത്തെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ മൂലക്കല്ലിൽ പടുത്തുയർത്തുന്ന പ്രാർത്ഥനാ ഭവനം ഉറപ്പുള്ളതും സുരക്ഷിതവുമായിരിക്കട്ടെ. അങ്ങാണ് യഥാർത്ഥ മൂലക്കല്ലും ദേവാലയവുമാണെന്ന ബോധ്യം ഞങ്ങളെ നിരന്തരം അനുസ്മരിപ്പിക്കണമേ. ഈ ദേവാലയത്തിന്റെ പണി യഥാസമയം പൂർത്തിയാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് ആരാധനയുടെയും സ്തുതിയുടെയും ഗീതങ്ങൾ ഇവിടെ നിന്ന് താമസമിന ഉയരുവാനിടയാകട്ടെ. ഇതിന്റെ നിർമ്മാണത്തിനായി അധ്വാനിക്കുന്നവരെ അനുഗ്രഹിക്കുകയും എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ. ഈ ദേവാലയത്തിന്റെ നിർമ്മിതിക്കായി സാമ്പത്തിക സഹായം നൽകുന്നവരെയും ഈ ഇടവകയിലെ ഓരോ കുടുംബത്തെയും അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ സംരക്ഷിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ ശില സ്ഥാപിക്കുകയാണ്. ജനറൽ കൺവീനറും കൈക്കാരന്മാരും വൈസ് ചെയർമാനും കൂടി ശില എടുത്തു വരിക. കാവൽക്കാരനാം യോസേപ്പ് പിതാവേ, കാവലായി കൂടെയുണ്ടാകണമേ. കാലിടറാതെ കാത്തിടുവാനെന്നും കൈവിരൽ തുമ്പിൽ പിടിക്കേണമേ. കാവൽക്കാരനാം യോസേപ്പ് പിതാവേ, കാവലായി കൂടെയുണ്ടാകണമേ. കാലിടറാതിൻ്റെ കാത്തിടുവാനെന്നും കൈവിരൽ തുമ്പിൽ പിടിക്കണമേ. കാവൽക്കാരനാം യോസേപ്പ് പിതാവേ, കാവലായി കൂടെയുണ്ടാകണമേ. കാലിടറാതെന്നെ കാത്തിടുവാനെന്നും കൈവിരൽ തുമ്പിൽ പിടിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ പിതാവിന്റെ പ്രത്യേകമായുള്ള നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്ന ഈ വിവാഹം എല്ലാവർക്കും ഇപ്പോഴും വരിയാണ് കേട്ടത്. പണിക്കാർ ഉപേക്ഷിക്കുന്ന കല്ല് മൂലക്കല്ലായി തീരും. 5 വർഷമായി ഉപേക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കല്ലായിരുന്നു. ഇന്ന് നമ്മൾ ശിലാസ്ഥാപനം നടത്തിയിരിക്കുന്നത് കരീം പിതാവ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് നമുക്ക് നൽകിയതായിരിക്കുന്ന ആ ശിലയാണ് ഇന്ന് മൂലക്കല്ലായിട്ട് മാറുന്നത്. ഭാരതീയ പുരാണം അനുസരിച്ച് ശപിക്കപ്പെട്ട ഒരു കല്ലുണ്ട്. നിങ്ങൾ അഹല്യ
എയർപോർട്ട് ഇൻഡോർ റാണി മരിയയുടെ എയർപോർട്ടിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ശ്രീരാമചന്ദ്ര മഹാരാജാവിന്റെ പാതകം തുടർന്ന സമയത്ത് ഒരു കല്ല് മനോഹരിയായിട്ട് മാറുന്ന അഹല്യയായിട്ട് മാറുന്നുണ്ട്. അതേ രീതിയിൽ 5 വർഷം മുമ്പ് ഇവിടെ അഭിഷിക്തമാകപ്പെട്ടതായിരിക്കുന്ന ഒരു കല്ല് ഇന്ന് നമ്മുടെ വികാരിച്ചന്റെ പുണ്യ കരങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായി ഒരു മനോഹരമായ ദേവാലയമായിട്ട് മാറാൻ പോകുന്നതായിരിക്കുന്ന ശുഭകരമായിരിക്കുന്ന മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സമയത്ത് നന്ദിയുടെ 2-3 വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ തന്നെ ഇതിന് സാക്ഷ്യം വഹിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ജോൺ ലേഖാനത്തച്ഛൻ, അദ്ദേഹം ബഹുമാനപ്പെട്ട സ്പിരിച്വൽ ഫാദറാണ്. LF ഹോസ്പിറ്റലിന്റെ ആത്മീയ പിതാവാണ്. അദ്ദേഹം മലയാറ്റൂർ പള്ളിയിലെ കൊറോണ വികാരിയായിട്ട് അദ്ദേഹം ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ജോർജ് കാട്ടിത്തച്ഛൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ദേവാലയത്തിന്റെ അടുക്കിൽ പിന്നെയും ഉണ്ടാക്കി മനോഹരമായി മതിൽ കെട്ടി നമ്മളുടെ അതിർത്തികളൊക്കെ നിർണ്ണയിച്ചതായിരിക്കുന്ന വികാരിച്ചനാണെന്ന് ഞാൻ ഓർക്കുന്നു. ഇനി നല്ലൊരു ദേവാലയം ആ കോമ്പൗണ്ടിൽ ഉണ്ടാവുകയാണ്. കാട്ടിത്തച്ഛൻ ഞാൻ നല്ല പറയുകയാണ്. അടുത്തതായിട്ട് ടോം മുളഞ്ചിറച്ചൻ, നമ്മളുടെ തൊട്ടായിരത്തെ ഇടവകയായിരിക്കുന്ന തുരുത്തിപ്പുറത്തെ വികാരിച്ചനാണ്. അദ്ദേഹം തുടർന്ന് നമ്മുടെ അൽമാരുടെ ധരിക്കുന്ന ഒരു ശക്തികേന്ദ്രമാണ്. ടോം മുളഞ്ചിറച്ചൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ന് എല്ലാ പള്ളികളിലും എനിക്ക് പ്രസംഗിക്കേണ്ട അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഗൃഹനാമലകം പോലെ കൊണ്ടുവന്നിരിക്കുന്ന അച്ഛനാണ്. അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ കോട്ടയ്ക്കാപ്പള്ളിയിൽ അസിസ്റ്റന്റ് അച്ഛനായിരിക്കുന്ന സിർലച്ചൻ വന്നിട്ടുണ്ട്. അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പട്ടണം മഠത്തിലെ മദർ സിസ്റ്റർ, ഒരു ദൈവദൂതനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കർത്താവിന് മണവാട്ടിമാരുണ്ടാവുക എന്നുള്ളത്. ആ മണവാട്ടിമാരുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇത് ഞങ്ങളുടെ വികാരിയച്ഛൻ ചൂണ്ടാണികളെ കളയാത്തതായിരിക്കുന്ന ഒരു അച്ഛൻ. ഞങ്ങൾക്ക് ആജ്ഞാശക്തിയോടെ മാർച്ച് 19 തീയതി പട്ടണപ്പടിയിൽ തീരുണ്ട്. ഞാനും അച്ഛനും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു വിയോജിക്കേണ്ടതായിരിക്കുന്ന സംഭവം ഉണ്ടായിട്ടായിരുന്നു. അതിനെ ക്ഷമാപൂർവ്വം സ്വീകരിക്കുകയും അന്ന് ആ കാര്യമായിട്ട് മാറുകയും ചെയ്തതാണ്. അച്ഛൻ്റെതായിരിക്കുന്ന അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ വളരെ കാർക്കശ്യതകൾ പറയുകയും അത് ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് പെരുമാറുകയും ചെയ്യുന്നതായിരിക്കുന്ന അച്ഛനാണ്. എന്തായാലും ഇതിന്റെ ജീവനാടി അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു വലിയ ദേവാലയം നമുക്ക് ഉണ്ടാക്കാം. 18 മാസമാണ് നമ്മൾ ഇതിനു വേണ്ടി വെച്ചിരിക്കുന്ന പ്രവർത്തന സമയം. അതിനുവേണ്ടി ആദ്യം തന്നെ സംഭാവന നൽകിയ സെന്റ് ജോസഫ് സഹകരണ സംഘത്തിനും അതിന് പ്രസിഡന്റ് ശ്രീ ബാബു ജോർജിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് നമുക്ക് 2 കൈക്കാരന്മാരെന്ന് പറയുന്നത് കർമ്മയോഗികളാണ്.